മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കൊട്ടാരക്കരയിൽ എത്തിയിട്ട് കെ.എൻ. ബാലഗോപാലിന് വേണ്ടിയിട്ട് നടി മാലാ പാർവതി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ വിവേകമുള്ള മലയാളികള് തലയിൽ കയ്യങ്ങ് വെച്ചു. ആച്ചാതി, അതായത് കമ്മിത്തരത്തിന്റെ പീക്ക് ലെവലാണ്. BJP-ക്കെതിരെ പറയുന്നുണ്ട്, UDF-നെതിരെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും ഞാൻ മുങ്ങിത്തപ്പി നോക്കി ഇവർ പ്രസംഗിച്ചതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ന്യായമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് കേൾക്കാൻ ഞാൻ ഏതായാലും കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തൊന്ന് ഇവിടെ വെക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. പറയുന്നത് മാറാത്തത് ഇനി മാറും. എന്താണ് മാറേണ്ടത്? ഇവിടുത്തെ റോഡാണോ മാറേണ്ടത്? BJP-യുടെ നേർക്കാണ് മാറാത്തത്. എന്താണ് ഇവിടെ മാറേണ്ടത് എന്നാ? റോഡുകളാണ്. അതെ, റോഡുകൾ തന്നെയാ ഇവിടെ മാറണം, മാറ്റം വേണം. വെറുതെ അല്ല BJP-യുടെ മാറാത്തത് മാറ്റുമെന്ന് പറയുന്നത്, മാറണം എന്ന് പറയുന്നത്. ഇവിടുത്തെ പോക്കറ്റ് റോഡുകളുടെ അവസ്ഥ എന്താ? ഇവിടെ ഇവർ കരുതിയിട്ടുള്ളത് ഈ റിയാസ് ഉണ്ടല്ലോ, റിയാസ് നാഷണൽ ഹൈവേയുടെ ഒക്കെ സൈഡിൽ കൊണ്ടുപോയിട്ട് സ്വന്തം ഫോട്ടോ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇവര് കരുതി ഇതൊക്കെ റിയാസിന്റെ വകയാണെന്നുള്ളത്. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നത് മുതലല്ലേ ഈ കേരളത്തിൽ നാഷണൽ ഹൈവേ ഒന്ന് നന്നായിട്ട് റോഡിന്റെ പണിയൊക്കെ ഒന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ മാലാ പാർവതി കരുതുന്നതൊക്കെ നമ്മളാന്നുള്ള ആ എട്ടുകാലി മമ്മൂഞ്ഞി ശൈലിയാ. ഈ പോക്കറ്റ് റോഡുകളൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം ഇവര്. അപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അടുത്തതാണ്, വിദ്യാഭ്യാസമാണോ മാറേണ്ടത്? ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് കേരളത്തിൽ നിന്ന് ചോദിക്കാൻ സാധിക്കുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസത്തിനൊന്നൊരു മാറ്റം, ഒരു മാറിയും വേണ്ട എന്നൊക്കെ എന്ത് മാനസികാവസ്ഥയിലാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ വിദ്യാഭ്യാസം ഒക്കെ ഒന്ന് മാറണ്ടേ? നമ്മുടെ പുതുതലമുറ എവിടെയാ? ഇവിടെ ഉണ്ടോ? തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തൊട്ടടുത്ത കർണാടകയിലേക്ക്, അതും കഴിഞ്ഞ് ഡൽഹിയിലേക്ക്, നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും പഠിക്കാൻ പോകുന്നു. അത് മാത്രമാണോ? യൂറോപ്പിലേക്ക് പോകുന്നില്ലേ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നില്ലേ? ഇത് വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുന്നതിന്റെ പ്രശ്നം തന്നെയാ. നമ്മുടെ ഡിഗ്രി സ്ഥാപനങ്ങളിൽ സീറ്റ് ഒഴിവാ. ഇതൊക്കെ ഈ ചേച്ചിക്ക് അറിയോ? ഇവിടെ വിദ്യാഭ്യാസമൊക്കെ മാറണോ എന്ന് ചോദിക്കണേ വല്ലാത്തൊരു കമ്മിത്തരത്തിന്റെ പീക്കാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ അടുത്തൊന്നും ആരോഗ്യമാണോ മാറേണ്ടത്? ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ആരോഗ്യം. എന്റെ പൊന്നോ, എങ്ങനെയാണ് ഇതിങ്ങനെ? എങ്ങനെയാണ് ആരോഗ്യമൊക്കെ ഇവിടെ മാറണോ എന്ന് ചോദിക്കുന്നത്? ഇവിടെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അസുഖം വന്നാൽ അമേരിക്കൻ വിരുദ്ധ പ്രസംഗം നടത്തി അമേരിക്കയിൽ പോയിട്ടല്ലേ ചികിത്സിച്ച് തിരിച്ചു വരാറുള്ളത്. സാധാരണക്കാർക്കൊക്കെ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റും പിടിച്ചു പോയിട്ട് അസുഖം ഭേദമാക്കി തിരിച്ചു വരാൻ സാധിക്കുമോ? ഇവിടെയുള്ള മന്ത്രി രംഗത്തെത്തിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നല്ലത്, ഞങ്ങൾ അവിടെയാണ് ചികിത്സിക്കുക എന്ന് കേരളത്തിലെ മന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ലേ? ഇവിടുത്തെ അവസ്ഥ എന്താ? കത്രിക പോലും ഐക്കിൽ വെച്ച് എത്ര സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ആരോഗ്യ മേഖലയുമായിട്ട് നടക്കുന്നില്ലേ? ഇവിടെ കൃത്യമായിട്ട് BJP പറയുന്നുണ്ട് ഇവിടെയുള്ള ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന്. ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് ഇതുപോലെ വേണ്ടേ? കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ വേണ്ടേ? ഒരു സാധാരണ കുടുംബമാണ് എന്റേത് ഉൾപ്പെടെ. സാധാരണക്കാരായിട്ടുള്ള ഓരോ ആളുകൾക്ക് അത്യാവശ്യം തന്നെയാ ഈ പറയുന്ന 5 ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുക എന്ന് പറയുന്നത്. ഇവിടെ NDA സർക്കാർ ഭരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ വീടുകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തും. 5 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്. എന്തേ ഇത് മാറ്റം വരണം എന്ന് ആർക്കും തോന്നുന്നില്ലേ? ഇതൊക്കെ എന്തെങ്കിലും മാറ്റം വരണമെന്നാ ചോദിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ ചോദിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് അട്ടാർ വേസ്റ്റ് ആയിട്ടല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പോലും ഓടിപ്പോകുന്നു. ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ, ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക്, കോളേജിലേക്കൊക്കെ എത്തിയാൽ അവിടുത്തെ ഏറ്റവും സൂപ്പർ ചികിത്സ കൊടുക്കൂലേ? അതും മോശമാണ് എന്ന് അറിഞ്ഞിട്ടില്ല അമേരിക്കയിലേക്ക് ഈ പറയുന്ന പിണറായി വിജയൻ ഓടുന്നത്. ഇത് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു 10 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് ഇവരെ ഉറപ്പുവരുത്താത്തത്? എന്നിട്ട് ഉളുപ്പില്ലാതെ ഇവിടെ കമ്മികൾ ചോദിക്കുക ഇവിടെ എന്തെങ്കിലും. ഇതൊക്കെ തന്നെയാ BJP കൃത്യമായിട്ട് മാറണം എന്ന് പറയുന്നത്. ഇവിടെ വിദ്യാഭ്യാസം മാറണോ? ഇവിടെ ജോലി സംവിധാനങ്ങൾ മാറണോ? ഇവിടെ ജോലിക്ക് വരുന്നത് എവിടുന്നാ? ഇവരെടുത്ത് ഇവരുടെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അടിച്ച് കീറി ഇങ്ങനെ പോകുമ്പോ പറയാ, ഓ അവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നത്. ഏത് സ്ഥലത്ത് നിന്ന് അവിടെ ജോലിക്ക് വരുന്നത്? ബംഗാളിൽ നിന്നല്ല. ബംഗാളൊക്കെ ഈ പറയുന്ന ഇടത് സർക്കാർ കാട്ട് മോടിച്ച് ഒരു വാഗക്കും കൊള്ളാതെ ആക്കിയിട്ടല്ലേ ഈ പറയുന്ന ബംഗാളികളല്ലേ കേരളത്തിൽ ജോലിക്ക് വരുന്നത്. ഇവര് പ്രസംഗിക്കുക അവിടുന്ന് ജോലിക്ക് ഇങ്ങോട്ടല്ലേ വരുന്നത്. അതെ, അവിടുന്ന് ജോലിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? ഇടതുപക്ഷം ഭരിച്ചു മുടിച്ച ബംഗാളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ആളുകൾ എവിടെ പോയി?
ഗൾഫിലെ പ്രവാസികളാ. സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും ഭാര്യയെയും മകനെയും മകളെയും ഒന്നും കാണാൻ സാധിക്കാതെ പ്രവാസിയായിട്ട് തുടരുക. യൂറോപ്യൻ രാജ്യങ്ങളില്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില്. നമ്മുടെ ഇവിടെയുള്ള ചെറുപ്പക്കാര്, ഇവിടെയുള്ള ആളുകള് പുറം രാജ്യങ്ങളിലാ ജോലി ചെയ്യുക, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുക. ഇവിടെ ഇപ്പൊ യുവാക്കളും പുതിയ തലമുറയ്ക്ക് ഉണ്ടോ നമ്മുടെ കേരളത്തില്? ഇത് ഓരോ ആളുകളും ചിന്തിച്ചു. BJP കൃത്യമായിട്ട്, NDA കൃത്യമായിട്ട് പറയുന്നു, ഇവിടെ തന്നെ ജോലി. ഇതാണ് ഇവർ മാറാത്തതും മാറണമെന്ന് പറയുന്നത്. ഇതാണ് ഇവർ മാറ്റം കൊണ്ടുവരാൻ കൃത്യമായിട്ട് NDA BJP പറയുന്നത്. ഇവിടെ ഒരു മാറ്റം, ഇവിടെയുള്ള യുവാക്കൾക്ക്, ഇവിടെയുള്ള പുതുതലമുറക്ക് ഇവിടെ തന്നെ ജോലി. അതാണ് കൃത്യമായിട്ട് NDA മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് വന്ന് ചോദിക്കും ഇവിടെ എന്തെങ്കിലും മാറ്റം വരണോന്ന്, എന്തെങ്കിലും മാറ്റം വേണമെന്നൊക്കെ. എന്ത് മാനസികാവസ്ഥയിൽ നിന്നിട്ട് ഇവരൊക്കെ ചോദ്യം ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ഈ കമ്മിത്തരത്തിന്റെ പീക്ക് ലെവൽ അടുത്തൊന്നുണ്ട്. പ്രതിപക്ഷത്തിന് അജണ്ടയാണ്. കാരണം അവര് പണം വാങ്ങിയിരിക്കുന്നത് ഫാർമ കമ്പനികളിൽ നിന്നാണ്. UDF നേരെയാ ആരോഗ്യ മേഖലക്കെതിരെ പറയുന്നത്. അത് അവരുടെ അജണ്ടയാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് വലിയ കമ്പനികളിൽ, സിപ്ല പോലെയുള്ള വലിയ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ മികച്ചതാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇലക്ട്രൽ ബോണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ. നിങ്ങൾ കേട്ടില്ല ഇവര് പറയാ ഗൂഗിൾ ചെയ്ത് നോക്കിയോളൂ കാണാന്ന്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഈ പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും മരുന്ന് കമ്പനികളിൽ നിന്ന് വലിയ തുക ഈ പറഞ്ഞ സംഭാവനയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു വരവണ്ണ UDF ഇത് വാങ്ങിയെന്ന് പറഞ്ഞിറങ്ങിയതാ. അത് കേട്ടായി പ്രസംഗിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ ഇടതുപക്ഷം മരുന്ന് കമ്പനികളിൽ നിന്ന് ഡൊണേഷൻ സ്വീകരിച്ചിട്ടില്ലേ, സംഭാവന വാങ്ങിയിട്ടില്ലേ? വലിയ രീതിയിൽ സംഭാവന ഇടതുപക്ഷവും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ഇവരിങ്ങനെ പ്രസംഗിക്കുക. മറ്റൊന്നും കൂടിയുണ്ട്, ഇവരിങ്ങനെ എടുത്ത് പേടിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു തരത്തിൽ. അമ്പലത്തിൽ കയറില്ല എന്ന് പറഞ്ഞ് ശാസിക്കുമോ? നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകയാണ്, നിങ്ങൾ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ നേരെ വാളുമായി വരുമോ? നിങ്ങൾ കേട്ടില്ലേ ഇവിടെ ജാതീയത? ഏത് കാലം കമ്മ്യൂണിസ്റ്റുകാർ ഇത് പറയലൊടുക്കി ജാതീയത? BJP NDAക്കാണെതിരെ മാറാത്തത് ഇതാണോ മാറ്റം? വാളുമായിട്ട് വരുമോ? എവിടെയാണ് ഈ രാജ്യത്ത് വാളുമായിട്ടൊക്കെ വരുന്നത്? ഇവർക്ക് എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ? ഒന്നെങ്കിലും ജാതീയതോ. ഇവരാണ് ഇവിടെ വർഗീയത പറയുന്നത്, ഇവരാണ് ഇവിടെ ജാതീയത വളർത്തുന്നത്, ഇവരാണ് ഇതൊക്കെ. ഓക്കെ, ഇവർ ജാതീയതയ്ക്ക് എതിരേക്ക വലിയ സംഭവമായിട്ട് ഇവിടെ ജാതീയതൊക്കെ തന്നെ മറ്റാരോ ആണ് ചെയ്യുന്നത് എങ്കിൽ ഇവരെന്തിനാ കേരള സർക്കാർ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്നില്ലേ? ഇവിടെ ഒരു ജാതീയതയും വേണ്ട, ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. വില്ലേജ് ഓഫീസിലൊക്കെ ഈ ജാതി സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? അതിനർത്ഥം ഇവിടെ എല്ലാ രീതിയിലുള്ള ജാതീയതയൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് അതിന് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് ഇടത് സർക്കാരും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ഒരു സിസ്റ്റമാണ്. ആ തട്ടിലുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ ഉയർന്നു വരണമെന്ന് ആനുകൂല്യങ്ങൾ പണ്ട് കാലം മുതലേ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. ഒരു മാറ്റവും ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുന്നത് കേട്ടാല് ഇതെന്തോ ഇടത് സർക്കാർ വന്നിട്ട് എന്തോ മലമറിച്ചതുപോലെ എന്റെ ആളുകൾക്ക് അമ്പലത്തിൽ കയറുന്ന വാളുമായിട്ട് ഇവരെന്ത്, ഇതൊക്കെയല്ലേ വർഗീയതയുടെ ഒരു പീക്ക് ലെവലിലാണ് പാർവതി പ്രസംഗിക്കുന്നത്. പേടിപ്പിക്കുക. ഇവിടെ ഒരു ഭാഗത്ത് ഒരു മാറ്റം കേരളത്തിൽ വരണം, വികസനം വരണം, വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണം, ജോലിക്ക് അവസരങ്ങൾ വേണം, കൃഷി സംബന്ധമായിട്ട് സഹായങ്ങൾ ചെയ്യും, വീടുകൾ മാറ്റിത്തരും, വെള്ളം സൗജന്യമായിട്ട് എത്തിക്കും, ഈ ബാങ്ക് ലോണുകൾ, സംരംഭങ്ങൾ വലിയ രീതിയിൽ ഇവിടേക്ക് കൊണ്ടുവരും. സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ മുതൽ പല മോഡലിൽ ലോൺ കൊടുക്കും. അങ്ങനെ എണ്ണി ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരും. ഇവിടെ വലിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ എണ്ണി NDA ഇവിടെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ വേണോ എന്നൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഇത്തരം കമ്മിത്തരത്തെ പൊക്കിപ്പിടിക്കുന്നവരാണ് നമ്മുടെ നാട് നശിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഈ കാലഘട്ടത്തിലെങ്കിലും എത്താൻ വേണ്ടിയിട്ട് പരമാവധി NDAയുടെ ഒക്കെ ഭാഗമായിട്ട് ആളുകൾ വികസനവും കാര്യങ്ങളും പരമാവധി പറയുമ്പോൾ ഇപ്പൊ ഈ പണ്ടേത്തെ സിസ്റ്റം വെച്ച് ജാതീയത, വാളെടുക്കല്, വർഗീയത പരമാവധി ഭിന്നിപ്പിക്കല്, ഈ ഇടതുപക്ഷത്തെ ഇവിടുത്തെ പീക്ക് ലെവൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ആൾ. ഒരു തർക്കമില്ലാത്ത ഈ പാർവതിക്ക ഈ ജാതി മണ്ടത്തരം പറഞ്ഞിട്ട് കൈയടിക്കാനും ഒരുപാടാണ്. ഇതൊക്കെ ബോധമുള്ള മലയാളികൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. ഈ പറയുന്ന ഇടതുപക്ഷം ഇനി മാറണോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ കേരളത്തോട് ചെയ്യുന്ന അപരാധല്ലേ. ഇവിടെ ഒരു മാറ്റം വരണം.
മാറണ്ട, ഇത് മതി എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അപരാധം തന്നെയാ. ഒരർക്കവും വേണ്ട.